സൗന്ദര്യത്തിന്റെയും സഹനത്തിന്റെയും ഉദാഹരണമാണ് യൂസഫ് അലൈഹിസ്സലാമിന്റെ ജീവിതം. യൂസഫ് നബി വളരെ നിഷ്കളങ്കനായ കുട്ടിയായിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ നയതന്ത്രപരമായി അദ്ദേഹത്തെ കിണറ്റിലേക്ക് എറിഞ്ഞു. ആ ഇരുണ്ട കിണറ്റിൽ യൂസഫ് അലൈഹിസ്സലാം ഒരുപാട് സമയം കുടുങ്ങിക്കിടന്നു. പിന്നീട് അദ്ദേഹം മിസ്രിലെത്തുകയും അവിടെ അടിമയായി വിൽക്കപ്പെടുകയും ചെയ്തു. മിസ്രിലെ രാജാവ് നബിയെ വിലക്ക് വാങ്ങി കൊട്ടാരത്തിൽ വളർത്തി. വളരുംതോറും നബിയുടെ അതുല്യമായ സൗന്ദര്യം മിസ്രിലെ രാജ്യപത്നി സുലൈഖ അടക്കമുള്ള എല്ലാ സ്ത്രീകളെയും ആകർഷിക്കാൻ തുടങ്ങി. ഇക്കാരണത്താൽ ഒരു തെറ്റും ചെയ്യാതെ തന്നെ രാജാവ് നബിയെ വർഷങ്ങളോളം ജയിലിലടച്ചു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം അള്ളാഹു യൂസഫ് അലൈഹിസ്സലാമിനെ അനുഗ്രഹിച്ചു. മിസ്രിലെ ഏറ്റവും പ്രഗത്ഭനും ശക്തനുമായ വ്യക്തിയാക്കി. ഒടുവിൽ അദ്ദേഹം മിസ്രിലെ ഖജനാവ് സൂക്ഷിപ്പുകാരനായി. മിസ്രിലെ രാജാവ് അദ്ദേഹത്തിന് രാജ്യത്തിന്റെ പദവികൾ നൽകി ബഹുമാനിച്ചു. അള്ളാഹുവിന്റെ പദ്ധതികൾ മനുഷ്യരുടെ ചിന്തകളെക്കാൾ വലുതാണ്. അള്ളാഹു താൻ തീരുമാനിക്കുന്നവർക്ക് ബഹുമാനം നൽകുന്നു. താൻ തീരുമാനിക്കുന്നവരെ ഉന്നതനാക്കുന്നു.